ഇവിടെ എന്താ ഒരു മരാമത്ത് പണി? ഇങ്ങനെതിരും ഞാൻ തറയ്ക്കാം. പവിഴം ഇനി അവൾക്കൊരു ആണിയടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ലേ പവിഴം? അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ്. മാണികത നീ പോടാ. കുട്ടിക്ക് ഇപ്പൊ എന്താ ഇവിടെ തൂക്കേണ്ടത്? വേണേ ഞാനൊരു പടം തരാം. ഇതാരാ, മുത്തച്ഛനാ? കടവുൾ. കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. പെങ്ങളെന്താ ഇവിടെ? ആങ്ങളെന്താ ഇവിടെ? ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല. ആ സമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ. 5-6 ആണുങ്ങളുള്ള വീടാ. പേരുദോഷം കേൾപ്പിക്കരുത്. ഭാഷ തമിഴായാലും ശരി, തെലുങ്കായാലും ശരി, കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം. എന്താടാ? അമ്മ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. അതുകൊണ്ട് പറയാ, ഞാൻ പറയുന്നതായിട്ട് ബഹളം വെക്കരുത്. പൊള്ളാച്ചിയിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്സോർത്തോണ്ടും പറയുക, അവളോട് തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല. അവിടെ എന്ത് സുരക്ഷിതത്വം അമ്മയുള്ളത്? പുറത്തുനിന്നൊരുത്തൻ ജെല്ലിൽ കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മൾ ആരെങ്കിലും കേൾക്കുവോ? അവളകത്ത് കിടത്ത്. ഇനി നീ ഇതിനകത്ത് കിടന്നു. കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ. ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയാ. പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്ത് ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറ. കൂട്ടിന് ആരെങ്കിലും വേണോ? ഞാൻ വന്ന് കിടക്കാം. ഓ, ഞാൻ പറയുന്നതൊന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നീ കഥയും ചെല്ലും ഒക്കെ അടച്ച് കിടന്നുറങ്ങ്. നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തുവല്ലേ? നന്നായി. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ. അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. നന്നായടാ. ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാ നീ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. ഇനി ഭക്ഷണവും കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും. പവിഴം അടുക്കളയിൽ കയറണ്ടെന്നാ പെങ്ങള് പറഞ്ഞത്. ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ. ഉറങ്ങണില്ലേ? ഉണ്ട്.
സംസാരിച്ചേക്കാൻ നേരമില്ല, പെട്ടെന്ന് പോണം. ആരൊക്കെയാണ് പിന്നിലുള്ളതെന്ന് പോലും എനിക്കറിയില്ല. പിടിച്ചു പോയാൽ ആ കുഴപ്പമാവും. സൗഖ്യമാ? എന്തു വന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് നിന്നെ വന്നൊന്ന് കാണണം എന്നുള്ള വാശിയിലായിരുന്നു. അത് സാധിച്ചല്ലോ, അത് സാധിച്ചല്ലോ. കിടന്നോളൂ. ഞാനങ്ങ് ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ മതി. സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാം. പോടി, പോയി പടുത്തിട്ട് തൂക്ക്. ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട്. നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ? ഇതല്ലേ മച്ചമ്പി കോലം? വരച്ചു വരച്ചതിപ്പോ ഒരു കോലത്തിലായത് ലക്ഷണമുണ്ട്. അവള് വരയ്ക്കുന്നതേ നമുക്ക് തിന്നാനുള്ള പുട്ടിന്റെ പൊടിയെടുത്താ. തലയ്ക്ക് അസുഖം വല്ല ആണെങ്കിലേ എല്ലാത്തിനും പൊക്കിയെടുത്ത് ഞാൻ പുറത്തെറിയും. മനുഷ്യർ തിന്നാനുള്ള സാധനം എടുത്താണ് അവിടെ മുറ്റത്ത് വരച്ചു കളിക്കുന്നത്. കേറി പൊടിയകത്ത്. നിങ്ങൾ എന്തോന്നാ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? ഞാൻ എല്ലാം കാണുന്നുണ്ട്. പെങ്ങളെ, അവളൊരു കോലം വരച്ചതാ. അവരുടെ നാട്ടിൽ ദിവസവും രാവിലെ ചെയ്തൊരു തൊഴിലായത്. ദേ, ഈ കിടക്കുന്നൊരു മഹാലക്ഷ്മിയാ. ഒരു പെൺകുട്ടി വീടിന്റെ മുറ്റത്ത് മഹാലക്ഷ്മിയെ കൊണ്ടിരുത്തുമ്പോ വേണ്ടാന്ന് പറയണ മച്ചമ്പി. പറയണ്ട. வீடுனா கோலம் போடுறதுதான் வழக்கம். அப்பதான் லட்சுமிகரமா இருக்கும். கோலம் மாவுன்னு நினைச்சுதான் அதை எடுத்தேன். പുട്ട് ചുടാൻ വെച്ചിരുന്ന പൊടി എടുത്ത് നിന്നോടാരാ കോലം വരയ്ക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ? அம்மா அடிப்பாங்களா? അമ്മ അടിക്കാൻ വന്ന ബോധം കെട്ട് വീണു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ஐயோ, എന്താ നീ അവളോട് എന്ത് തെമ്മാടിത്തരാ കാണിച്ചേ? അവളെന്താ കരഞ്ഞോണ്ട് പോന്നെ? വൃത്തിയായിട്ട് കാണിച്ച കൊന്നുകളയും ഞാൻ. ഞാനൊന്നും ചെയ്തിട്ടില്ല. പ്രശ്നം വേറെയാ. എന്താ പ്രശ്നം? അവൾ ഇന്നലെ രാത്രി ജയേട്ടനോട് സംസാരിച്ചെന്നും പറഞ്ഞ് അമ്മ അവളെ പൊതിരെ തല്ലി. ഞാൻ എപ്പോ സംസാരിച്ചു? ജയേട്ടന് ഇപ്പൊ അവസ്ഥയ്ക്ക് പോണ്ട. தெரியாம இந்த தப்ப செஞ்சுட்டு இனிமே இப்படி செய்ய மாட்டேன். என்ன மன்னிச்சிடுங்க. നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും. ചിലപ്പോ അടിച്ചെന്നും വരും. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഇതെന്താ? ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് അവക്ക് കൊടുത്തത് അല്ലേടാ? ഹരീഷ്ണ, ഹായ്, ഇന്ന് നല്ല സ്റ്റൈലിലാണല്ലോ. എന്താണെന്നറിയില്ല, ഇപ്പോ എല്ലാവരുടെയും മുഖത്ത് നല്ല തെളിച്ചുണ്ട്. പാലെങ്ങനെയുണ്ട്? പാലിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഏട്ടാ, വെളുത്തിട്ട്. അത് തന്നെ ഞാനും ചോദിച്ചത്. ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ കൂടി അധ്വാനിച്ചുണ്ടാക്കി കാശാ. ചോദിച്ചാൽ ഉത്തരം പറയണം. അങ്ങനെ അങ്ങ് ദത്തെടുക്കല്ലേ. അങ്ങനെ ഉത്തരം കിട്ടണമെങ്കിലേ അവളോട് തമിഴിൽ ചോദിക്കണം. അല്ലെങ്കിൽ അവള് കരുതും വല്ല മന്ദബുദ്ധിക്കാരനുമാണെന്ന്. അതിന്റെ നാണക്കടേ എനിക്കും കൂടാ. ഞാനാടോ കുട്ടൻ നായർ. മരുമകൻ അറിയുവാൻ കൗണ്ടർ കുട്ടൻ നായർ എഴുതുന്നത്. അവിടെ പരമാനന്ദമാണെന്ന് പറഞ്ഞ് പവിഴം എഴുതിയ കത്തുമായി പെരിയ കൗണ്ടർ എന്നെ കാണാൻ വന്നിരുന്നു. താൻ ജീവനോടെ ഉണ്ടെന്നും തനിക്ക് സുഖമാണെന്നും ആ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ഇന്ന് തീയതി 15. അടുത്ത 19-ന് രേവതി നക്ഷത്രത്തിലാണ് തന്റെ ശാന്തി മുഹൂർത്തം. ഓർമ്മയുണ്ടോ? ഇന്നെത്ര രമ തീയതി? ഇന്ന് 19 അല്ലേ? ഇന്നെന്റെ ശാന്തി മുഹൂർത്ത. ശാന്തി മുഹൂർത്തോ? അതെന്താ സാറേ? അതൊരു ഭയങ്കര മുഹൂർത്ത. സകലതും തവിട് പൊടിയാക്കുന്നൊരു മുഹൂർത്തം.
പൗഴ എവിടെ അമ്മേ? അവള് ചന്തയിൽ പോയി. ആ. ഉം. ഇല്ല അവളെ കാണുന്നുമില്ല. അമ്മ എന്തോ ജോലിയിലുമാണ്. അപ്പൊ ഞാൻ കരുതി ഇനി അവളെ പറഞ്ഞയച്ചിട്ടുണ്ടാവുന്നു. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ കൂടി അവളെ എന്റെ അടുത്തൊന്ന് പറഞ്ഞയക്കണ്ട. അവളിപ്പോ എനിക്കൊരു മോളാ. അങ്ങനെ കരുതാനേ പറ്റുന്നുള്ളൂ. എന്നിട്ടും അമ്മ അവളെ ചീത്ത വിളിക്കാറുണ്ടല്ലോ, അതെന്താ? തെറ്റ് കണ്ടാ കൊല്ലും ഞാൻ. മോളാണെന്ന് കരുതിയാലേ ഇച്ചിരി സ്വാതന്ത്ര്യത്തോട് കൊല്ലാമല്ലോ, അതുകൊണ്ടാ. നിനക്ക് നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തിലായിരിക്കും നമ്മുടെ വിവാഹ ജീവിതം എന്ന് നീ കൊണ്ടുവന്ന കുതിരവണ്ടിയിൽ അന്ന് കയറിയിരുന്നപ്പോ ഒരിക്കലും ഞാൻ ഓർത്തിരുന്നില്ല മോളെ. ചിലപ്പോ തോന്നുന്നു സത്യം എല്ലാവരോടും ഒന്ന് തുറന്നു പറഞ്ഞാലോ ഒന്ന്. പിന്നീടുണ്ടാകുന്ന ഭൂകമ്പം ഓർക്കുമ്പോ തൂങ്ങിച്ച തലന്നൂരെ തോന്നും. ജയണ്ണനിക്ക് എങ്കിട്ടപ്പ കാതൽ ഏട്ടനാണെന്നൊന്നും ഞാൻ ഓർക്കൂല, കൊല്ലും ഞാൻ അവനെ. ഇന്ന് രാത്രി നീ ഇറങ്ങി വരണം. ഞാൻ തൊഴുത്തിൽ കാത്തിരിക്കും. എങ്കെ തൊഴുത്ത് പശു അവിടെ പശുക്കളെ ഉള്ളൂ. ഇത്തിരി മനസ്സമാനത്തോടെ പുല്ല് മിരിച്ച് നമുക്ക് കിടക്കാം. ചിരിക്കണ്ട. ഉണ്ണിയേശുവിന് പുൽത്തൊഴുത്തിൽ ജനിക്കാമെങ്കിലേ നമുക്ക് നമ്മുടെ ശാന്തി മുഹൂർത്തം അവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. നീ വാ, ഞാൻ അതിനകത്തുണ്ടാവും.